ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർത്തോഗണൽ സബ്സ്പേസ് ആണ്. ഓർത്തോഗണൽ സബ്സ്പേസ്. ഓക്കെ, ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്തോഗണൽ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനിയും എന്താണ് ഓർത്തോഗണൽ സബ്സ്പേസ് എന്ന് പറഞ്ഞാൽ, രണ്ട് സബ്സ്പേസുകൾ നമ്മൾ എടുക്കുവാണ്, S1ഉം S2ഉം. ഓക്കെ, രണ്ട് സബ്സ്പേസുകൾ നമ്മൾ എടുക്കുവാണ്. ഇതിനകത്തുള്ള എലമെൻറ്റ്സ് ഞാൻ U1, U2, U3 അങ്ങനെ ഞാൻ എടുക്കുവാന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിനകത്തേത് V1, V2, V3 എന്ന് എടുക്കുക. 3 തന്നെ ആവണമെന്നില്ല. അങ്ങനാണെങ്കിൽ ഇതിലെ എല്ലാ എലമെൻസും, ഇപ്പം ഇതിലെ U1 ഞാൻ എടുത്തു. ഓക്കെ, U1ഉം V1ഉം എന്തായിരിക്കണം? ഓർത്തോ നോർമൽ ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ U1ഉം V2ഉം ഓർത്തോഗണൽ ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ U1ഉം V3ഉം ഓർത്തോഗണൽ ആയിരിക്കണം. അതായത് ഇവിടുള്ള എല്ലാവരും ഇപ്പുറത്തുള്ള എല്ലാവരുമായിട്ടും എന്തായിരിക്കണം? ഓർത്തോഗണൽ അല്ലേ? ഓർത്തോഗണൽ സബ്സ്പേസ് എന്ന് പറയുമ്പോൾ ഓർത്തോഗണൽ ആയിരിക്കണം. ഓക്കെ, ഓർത്തോഗണൽ സബ്സ്പേസ് എന്ന് പറയുമ്പം ഇവിടുള്ള എല്ലാവരും, അതായത് S1 ഫസ്റ്റ് സബ്സ്പേസിലുള്ള എല്ലാവരും സെക്കൻഡ് സബ്സ്പേസിലുള്ള എല്ലാവരുമായിട്ടും എന്തായിരിക്കണം? ഓർത്തോഗണൽ ആയിരിക്കണം. അങ്ങനാണെങ്കിൽ മാത്രം നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇതൊരു ഓർത്തോഗണൽ സബ്സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുവാണേ. ഡിറ്റർമിൻ വെദർ ദി സബ്സ്പേസ് ആർ ഓർത്തോഗണൽ. S1 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് സ്പാൻ സെറ്റ് -3, 0, 1 ആൻഡ് S2 is equal to span set 2, 1, 6, 0, 1, 0. ഓക്കെ, ഫൈൻ, ഇത് 1 ആണേ. ഓക്കെ, ഇവിടെ നമുക്ക് S1നെ നമുക്ക് സ്പാൻ ഓഫ് V1 ഒരാളല്ലേ ഉള്ളൂ, ഞാൻ V1 എന്ന് എടുത്തു. S2നെ ഞാൻ സ്പാൻ ഓഫ് U1, U2 എന്നെടുത്തു. U ആണേ, U1, U2 എന്നെടുത്തു. ഇവിടെ V1 എന്താണ്? -3, 0, 1ഉം ഇവിടെ U1 എന്ന് പറയുന്നത് 2, 1, 6, U2 എന്ന് പറയുന്നത് 0, 1, 0. അപ്പം എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം? V1ഉം U1ഉം എന്താണെന്ന് കണ്ടുപിടിക്കണം? ഓർത്തോഗണലാണെന്ന് കണ്ടുപിടിക്കണം. ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ V1ഉം U2ഉം ഓർത്തോഗണൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമുക്കിത് ചെക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്യുമ്പം ഇന്നർ പ്രൊഡക്റ്റിന് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഡെഫിനേഷൻ തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് തന്നെ എടുക്കാം. V1 ഡോട്ട് U1ഉം ഇത് V1 ഡോട്ട് U2. നോക്കാം, V1ഉം U1ഉം കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് വരും? -6 + 0 + 6 എന്ത് വന്നു? 0 വന്നു. ഇനിയും V1ഉം U2ഉം കൂടെ എടുത്തു കഴിഞ്ഞാൽ 0 + 0 + 0 അതും 0 വന്നു. ഇത് രണ്ടും ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? S1ഉം S2ഉം ഓർത്തോഗണൽ സബ്സ്പേസസ് ആണെന്ന് പറയാം. ഓക്കെ ആണോ? ഇവിടുള്ള എല്ലാ എലമെൻസും അപ്പുറത്തുള്ള എല്ലാ എലമെൻസുമായിട്ടും ഓർത്തോഗണൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഓർത്തോഗണൽ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും?
അതൊരു ഓർത്തോഗണൽ സബ്സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനും ഒന്ന് നോക്കാം, അതിനുശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് S1 എന്ന് പറയുന്നത് സ്പാൻ എന്താ തന്നേക്കുന്നത് 0021, 0012 തന്നിട്ടുണ്ട്. ആൻഡ് S2 is equal to span of 3200യും 01 -2 2ഉം തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ V1 V2 എന്നെടുത്തു, ഇത് ഞാൻ U1 U2 എന്നെടുത്തു. ഓക്കെ, ഞാൻ അതിനെ ഇനി ഒത്തിരി എഴുതുന്നില്ല, ജസ്റ്റ് ഞാൻ അതിനെ അങ്ങനെ എടുത്തു. ഇനിയും ഇവിടെ നോക്കിക്കേ, ഞാൻ V2ഉം U2ഉം കൂടെ എടുക്കുകയാണ്. അതായത് ഇതും കൂടെ എടുത്തൊന്ന് നോക്കുക. ഇതിൻ്റെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 + 0 -2, 0 + 0 -2 പ്ലസ് -2, ഇത് മൈനസ് അല്ലേ? മൈനസ് അല്ലല്ലോ, പ്ലസ് 6 വരും. ഒന്ന് നോക്കിക്കോട്ടെ, 2 × 2 4 അല്ലേ വരുന്നത്? U2 ഇതും കൂടെ എടുക്കുമ്പോൾ 4 ആണല്ലോ വരേണ്ടത്. ഇതെങ്ങനെ ഇവിടെ -4 വന്നേ? 4 അല്ലേ മക്കളെ? +4 അല്ലേ വരേണ്ടത്? +4 ആണ് വരേണ്ടത് അല്ലേ? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 കിട്ടും. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ദാണ്ട ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? +2 ആണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം 0 ആവാതിരുന്നാലും നമുക്ക് ഇറ്റ് ഈസ് നോട്ട് എ ഓർത്തോഗണൽ സ്പേസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിനോട്, ബാക്കിയെല്ലാം ആയാലും കുഴപ്പമില്ല, ആയില്ലേലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും തെറ്റിയാൽ നമുക്ക് ഓർത്തോഗണൽ അല്ല എന്ന് പറയാം. ഓക്കെ, ഓർത്തോഗണൽ സബ്സ്പേസിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓർത്തോഗണൽ സബ്സ്പേസിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇല്ലയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഹെഡിങ്ങിലോട്ട് പോകാം. ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. ഓക്കെ, ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. orthogonal complement. If S is a subspace of Rn, then the orthogonal complement of S എന്ന് പറയുന്നത് it is a set S complement. ഇങ്ങനെയാണ് എഴുതുന്നത്. S എഴുതിയിട്ട് T മറിച്ചിട്ടേക്കുന്ന പോലെ S complement is set of all U in Rn. Rnലുള്ള എല്ലാ Uകളും such that V dot U is equal to 0 for all V in S. Sലുള്ള എല്ലാ Vകളും എടുക്കുക ആൻഡ് Rnലുള്ള ഏതൊക്കെ U ഈ Vകളുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 ആകുന്നു, അതിൻ്റെ കളക്ഷനെയാണ് ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെഫിനിഷൻ ഓർത്ത് വെച്ചോണം, ഒരു ബോക്സിലിട്ട് വെച്ചിരിക്കണം. ഓക്കെ, ഇതൊരു ബോക്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫൈൻഡ് ദി ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് ദി സബ്സ്പേസ് എസ് ഓഫ് R4 ആണ് spanned by the two column vectors v1 v2 of the
മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു എന്താണ് 1 2 1 0യും 0 0 0 1ഉം. ഓക്കെ, അതിൽ ഇതാണ് V1, ഇതാണ് V2. ഇത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. ഇനി തന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ തന്നെ എടുക്കുക. ആൻഡ് നമുക്ക് അറിയാം എസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ട്. സ്പാൻ ഓഫ് V1 V2 ആണ്. വേർ V1 ഈസ് ഈക്വൽ ടു ഇത് V1ഉം ഇത് V2ഉം ആണ്. ഓക്കെ, ഇനി ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെ ഡെഫിനേഷൻ അങ്ങ് എഴുതുക നമ്മൾ. എസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ യു ഇൻ Rn വരെ നമുക്കിവിടെ R4 ആണെന്നറിയാം. സച്ച് ദാറ്റ് V ഡോട്ട് U ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ V ഇൻ എസ്. എസ്സിലുള്ള എല്ലാ വികളും എടുക്കുക, എന്നിട്ട് അതിനോട് ഓർത്തോഗണലായിട്ടുള്ള എല്ലാവരും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇതിൽ എഴുതി കഴിഞ്ഞാൽ, ഇത് R4 ആയതുകൊണ്ട് തന്നെ നമുക്ക് U1 U2 U3 U4 എന്ന് എഴുതാം അല്ലേ? എഴുതാമല്ലോ, ഇൻ R4. ഓക്കെ, സച്ച് ദാറ്റ് എന്താണ് ഇതുമായിട്ട് ഇപ്പം നമ്മളൊരു x1 x2 x3 x4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇപ്പം രണ്ട് മെട്രിക്സ് ആയിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം? 0 വരണം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം അത്രയും നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമല്ലേ. അപ്പോൾ ഈ V1ഉമായിട്ട്, അതായത് 1 2 1 0യുമായിട്ട് എന്തോ ഒരു സംഭവം ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക. അപ്പോൾ x1 x2 x3 x4 4 പേര് വേണമല്ലോ. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പം നിങ്ങൾക്ക് 0 കിട്ടണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു x1 പ്ലസ് 2 ഇൻറ്റു x2 പ്ലസ് 1 ഇൻറ്റു x3 പ്ലസ് 0 ഇൻറ്റു x4 എന്ത് വരണം? 0 വരണം. അതുപോലെ തന്നെ രണ്ടാമത്തെ എടുക്കുവാണെങ്കിൽ 0x1 പ്ലസ് 0x2 പ്ലസ് 0x3 പ്ലസ് 1x4 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണല്ലോ. x1 പ്ലസ് 2 x2 പ്ലസ് x3 0യും ആയിരിക്കണം, x4 0യും ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷനും 4 അൺനോണും ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 2 ഇക്വേഷനും 4 അൺനോണും ഉള്ളപ്പോൾ നമുക്ക് എന്താ ചെയ്യണ്ടേ? മറ്റേ രണ്ടെണ്ണത്തിന് എന്ത് കൊടുക്കണം? ആർബിട്രറി വാല്യൂസ് കൊടുക്കണം. ഇവിടെ x4 0 ആണെന്ന് ഓൾറെഡി ഉണ്ട്. അപ്പോൾ x4 തൊടണ്ട. പിന്നെ നമ്മൾ x3ക്ക് t കൊടുക്കുന്നു, x2ന് s എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ x1 എന്ത് വരും? -2s മൈനസ് t വരും അല്ലേ? ഇവിടെ അവർ തിരിച്ചിട്ടേക്കുന്നു. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം കേട്ടോ. ഇതിന് എസ് ഇതിന് ടിയോ തിരിച്ചായാലും നമുക്ക് കൊടുക്കാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം എല്ലാവരെയും കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ എസ് കോംപ്ലിമെൻ്റ് എന്താണ് വരുന്നത്? എസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം സെറ്റ് x1ൻ്റെ സ്ഥാനത്ത് -2s - t, x2ൻ്റെ സ്ഥാനത്ത് s, x3യുടെ സ്ഥാനത്ത് t, x4ൻ്റെ സ്ഥാനത്ത് 0. ഇതാണ് നമ്മുടെ കോംപ്ലിമെൻറ്റ്. കഴിഞ്ഞില്ല. കോംപ്ലിമെൻറ്റ് നമ്മൾ എഴുതിയിട്ട് അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടല്ലേ എഴുതണ്ടേ? ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സ്പാനായിട്ട് എഴുതാം. സ്പാൻ എഴുതുന്നതിന് മുന്നേ നമുക്ക് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്പാൻ എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് എസ് ഉള്ളതിൻ്റെ എഴുതുക. -2 പിന്നെ എസ് എഴുതണ്ട. -2 പിന്നെ 1 0 0 പ്ലസ് t ഇൻറ്റു എന്തൊക്കെ വരും? -1 0 1 0. ഓക്കെ, ഇതാണ് നമുക്ക് സെറ്റിൽ വരുന്നത് സ്പ്ലിറ്റ് ചെയ്തപ്പം. അപ്പം എസ് ഇൻറ്റു എന്തോ ഒരു സാധനം പ്ലസ് ടി ഇൻറ്റു എന്തോ ഒരു സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സ്പാൻ ഓഫ് -2 1 0 0യും
കോമ -1 0 1 0 എഴുതാം. ഓക്കെ ആണോ? പിന്നെ അത് എവിടെയെല്ലാം ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല, വേറെ ഒന്നും ചെയ്തില്ല നമ്മൾ. അതായത് എസ് കോംപ്ലിമെന്റിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. എന്നിട്ട് V1 ഉം V2 ഉം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശം, ഏതൊക്കെ ആൾക്കാർ ഇവരുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടുന്നു. അപ്പം അത് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതി. ഇക്വേഷനായിട്ട് നമ്മൾ അത് എഴുതിയിട്ട് എന്ത് ചെയ്തു, ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് എടുത്തു. ഓക്കെ, ഇവിടെ 2 ഇക്വേഷനും 4 വേരിയബിളും ഉണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല, നമുക്കത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ടിയും എസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എഴുതുക. എന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുക. എന്നിട്ട് അതിൻ്റെ ആ മെട്രിക്സ് മാത്രം എടുത്തിട്ട് നമുക്ക് എന്തായിട്ട് എഴുതാം, സ്പാൻ ആയിട്ട് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഇനി അടുത്തതിലോട്ട് പോവാം. അടുത്തത് ഇനി പ്രൊജക്ഷൻ ഓൺ ടു സബ്സ്പേസ് ആണ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു നോട്ട് തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്ക്. അത് വലിയ ഉപകാരമായിട്ട് എനിക്ക് വേറെ എങ്ങും തോന്നിയില്ല. ഞാനത് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ നോട്ടായിട്ട് എഴുതിയത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, പ്രൊജക്ഷൻ ഓൺ ടു a subspace. Projection onto a subspace. ഓക്കെ, അപ്പം നമ്മൾക്ക് എടുക്കുവാണ് U1 U2 എക്സെട്ര UK എന്ന് പറയുന്ന ഒരു ഓർത്തോനോമൽ ബേസിസ് ഫോർ എ സബ്സ്പേസ് എസ് ഓഫ് Rn എടുത്തു. ആൻഡ് വി ഇൻ Rn എടുത്തു. ഒരു വെക്റ്റർ Rnലുള്ള ഒരു വെക്റ്റർ എടുത്തു. ഇത് സബ്സ്പേസ് ആണ്. എവിടുത്തെ? Rnലെ സബ്സ്പേസ് ആണ് എസ്. അതിൻ്റെ ഒരു ഓർത്തോ നോർമൽ ബേസിസും എടുത്തു. ഓക്കെ, ഇനി നമുക്ക് പ്രൊജക്ഷൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു എസ്. നോക്കിയേ, ഇവിടെ വ്യത്യാസം എന്താ? നമ്മൾ നേരത്തെ പഠിച്ചത് പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു യു. 2 വെക്റ്ററിനെ റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ വി ഓൺ ടു യു അല്ലെങ്കിൽ യു ഓൺ ടു വി, അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്. ഇതൊരു വെക്റ്റർ ഓൺ ടു എസ് ആണ്. ഒരു സബ്സ്പേസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്ഷൻ ആണ് നോക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് വി U1 ഇൻറ്റു U1 പ്ലസ് വി U2 ഇൻറ്റു U2 പ്ലസ് എക്സെട്ര വി UK ഇൻറ്റു UK. ഓക്കെ, ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡോട്ട് തന്നെ നമുക്ക് എടുക്കാം, വേറെ ഒന്നും ഇല്ലെങ്കിൽ. അപ്പം ഇന്നർ പ്രൊഡക്റ്റ് വി യു എന്നുള്ളത് എന്താകും? ഡോട്ട് പ്രൊഡക്റ്റ് വി അല്ലെ വി ഡോട്ട് യു ഇൻറ്റു U1 ആകും. U1 ആണ്. പ്ലസ് ഇവിടെ വി ഡോട്ട് U2 ഇൻറ്റു U2 വരും. പ്ലസ് എക്സെട്ര പ്ലസ് വി ഡോട്ട് UK ഇൻറ്റു UK വരും. ഓക്കെ, വേറൊന്നും തന്നിട്ടില്ല എങ്കിൽ, സ്പെഷ്യലായിട്ട് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, അതും മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Okay, so first question, find the projection of the vector v is equal to 1 1 3 onto the subspace S of R3. R3 യുടെ subspace ആണ്.
spanned by two vectors v1 is equal to 0, 3, 1 and v2 is equal to 2, 0, 0. ഓക്കെ, ചരിഞ്ഞു പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, വി എന്ന് പറയുന്നത് നമുക്ക് ഒരു വെക്ടറും തന്നിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഒരു സബ് സ്പേസിന്റെ 2 ഇത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എസ് എന്ന് പറയുന്ന സബ് സ്പേസിനെ എങ്ങനെ എഴുതാം? സ്പാൻ ഓഫ് v1 v2 എന്ന് എഴുതാം. v1 v2 എന്ന് എഴുതാം. സ്പാൻ ഓഫ് (0, 3, 1) 2, 0, 0 എന്ന് എഴുതാം. ഓക്കെ, ഇനിയും ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ സ്പാനായിട്ട് എഴുതാം. 2 വെക്ടേഴ്സിന്റെ സ്പാനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് തമ്മിൽ ലീനിയർലി എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് സ്പാനും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒബ്വിയസ്ലി എന്താണെന്ന് പറയാം? ബേസിസ് ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യുക. ഇന്നർ പ്രൊഡക്റ്റ് v1 v2 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. ഓക്കെ, അതായത് 0 × 2, 3 × 0, 1 × 0 നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അത് 0 ആയിട്ട് കിട്ടും. അപ്പോൾ 0 ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഓർത്തോഗണൽ ആണെന്ന് പറയാം അല്ലേ? ഓർത്തോഗണൽ ആണെന്ന് പറയാം. പിന്നെ ഓർത്തോഗണലും ഉണ്ട്, ബേസിസും ഉണ്ട്. അപ്പം നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് ആൻ ഓർത്തോഗണൽ ബേസിസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? ഓർത്തോഗണൽ ബേസിസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഓർത്തോഗണൽ ബേസിസ് ആണ് എങ്കിൽ, ഓക്കെ, v1 ഉം v2 ഓർത്തോഗണൽ ബേസിസ് ആണ് എങ്കിൽ നമുക്ക്, നിങ്ങൾ ആ ഗ്രാം ഷ്മിത്തിന്റെ ലാസ്റ്റിലൊന്ന് ആലോചിച്ച് നോക്കണേ. സി എന്ന് പറയുന്ന ആള് നമുക്ക് എന്തായിരുന്നു? v1 v2 w1 w2 എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ d എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചില്ലേ? എന്തുവായിരുന്നു? w1 by norm w1 അല്ലേ? അതുപോലെ v2 മാറി നമ്മൾ എന്തായിരുന്നു? w2 മാറി w2 by norm w2 എടുത്തു. ഓക്കെ, അങ്ങനെ എടുത്തപ്പം ആ d എന്തായി? ഓർത്തോ നോർമലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് അങ്ങനെ ചെയ്തോ? v1 ഉം v2 എന്താണ്? ഓർത്തോഗണലാണ്. അങ്ങനെയാണെങ്കിൽ v1 by norm v1 എന്ന് പറയുന്നതും v2 by norm v2 എന്ന് പറയുന്നതും ഓർത്തോഗണൽ മാറി എന്തായി? ഓർത്തോ നോർമലായി. സംശയമുണ്ടോ? അത് ആർക്കെങ്കിലും സംശയമുണ്ടോ? അതായത് നോമും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഓർത്തോഗണൽ എന്തായി? ഓർത്തോ നോർമലായി. അത് ആ ഗ്രാം ഷ്മിത്ത് ശരിക്കും മനസ്സിലായവരാണെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു പ്രോസസ്സ് മനസ്സിലാകും. അതായത് ഓർത്തോഗണൽ ആകുന്നത് സി എന്ന് പറയുന്ന ആ ഒരു സെറ്റായിരുന്നു. അതിനെ വീണ്ടും നമ്മൾ ഓർത്തോ നോർമൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നോം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതേ പ്രോസസ്സ് നമ്മൾ ഇവിടെയും ചെയ്യാനും പറ്റുമല്ലോ. പറ്റാതിരിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓർത്തോഗണലിനെ ഓർത്തോ നോർമൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി? നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനാണെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ ഈ സെറ്റ്, ദെയർഫോർ നമ്മുടെ ഈ സെറ്റ്, ഞാൻ ഇതിനെ u1 എന്നും ഇതിനെ ഞാൻ u2 എന്നും വിളിച്ചാൽ, ഇതിനെ രണ്ടും ഒരു സെറ്റാക്കി എഴുതിയാൽ എനിക്കിതിനെ ഓർത്തോ നോർമൽ ബേസിസ് എന്ന് പറയാൻ പറ്റുമോ? ബേസിസ് എന്ന് പറയാൻ പറ്റുമോ? പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തോ നോർമൽ ബേസിസ്. അപ്പം നമുക്ക് അതിനെ എന്ത് എഴുതാം? v1 by norm v1, v2 by norm v2. ഓക്കെ ആണോ? അപ്പം ഞാൻ ഇതിനെ v1 v2 ഉള്ളതെല്ലാം കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താകും? ഈ നോം v1 നോം v2 എന്താണെന്നൊന്ന് നോക്കിയേ. നോം v1 എന്താ? റൂട്ട് ഓഫ് 0² + 3² + 1² എന്താ? √10
നോം V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2² + 0² + 0² എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? 0/√10 0, 3/√10 3/√10, 1/√10 1/√10. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതും എഴുതാമല്ലോ, /2 ചെയ്താൽ മതി. ഇപ്പം 2/2 1 ആയി, 0 അത് 0 ആയി, ഇത് 0 ആയി. ഓക്കെ, ഇതാണ് നമ്മുടെ ഓർത്തോ നോർമൽ ബേസിസ്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഉണ്ടേ ഇപ്പം തന്നെ ക്ലിയർ ആക്കി പോകൂ. ഇപ്പം തന്നെ ക്ലിയർ ആക്കി പോണേ മക്കളെ. പ്രൊജക്ഷൻ നമ്മൾ എന്ത് ചെയ്തു? V1 V2 നമുക്ക് തന്നിട്ടുണ്ട്. ആ V1നെയും V2നെയും നമ്മൾ സ്പാനായിട്ട് എഴുതി. ആ V1 V2 എന്താണ്? ആ V1 V2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ബേസിസ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ഓർത്തോഗണൽ ബേസിസ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്തു? അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു. അത് ഓർത്തോഗണൽ ആണ്, 0 ആണ്, അതുകൊണ്ട് ഓർത്തോഗണൽ ആണ്. പിന്നെ അതിനെ ഓർത്തോ നോർമൽ ആക്കാൻ വേണ്ടി നമ്മൾ നോം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആ V1 V2 മാറി U1 U2 ആയി. അവരെ സെറ്റായിട്ട് എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓർത്തോ നോർമൽ ബേസിസ് കിട്ടി. അത്ര കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് എങ്കിൽ ഇനിയുള്ളത് ഒന്നുമില്ല, നിങ്ങളുടെ ഡെഫിനേഷൻ നോട്ട് ഇട്ട് കൊടുക്കുക. പ്രൊജക്ഷൻ ഓഫ്, നമുക്ക് വേണ്ടുന്ന പ്രൊജക്ഷൻ ഓഫ് V ഓൺ ടു S ആണ്. അതിൻ്റെ ഡെഫിനേഷൻ എന്താ? V.U1 × U1 + V.U2 × U2 അല്ലേ? ഓക്കെ, V.U1 എന്താണ്? വിയും U1ഉം എന്ത് ചെയ്യും? U1 ഇതാണ്, V എന്താണ്? 0 3 1 അല്ലേ? അപ്പോൾ 0 × 0 0 + 3 എന്ത് വന്നു? 6/√10 വരും. ഇൻറ്റു U1 ചെയ്യുക. അപ്പോൾ 0 3/√10 1/√10. ഓക്കെ, പ്ലസ് V.U എന്ത് വരും? V.U2 എന്ത് വരും? വിയും U2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തേ, 2 + 0 + 0. അപ്പോൾ 2 അല്ലേ? 1 ആണോ? വിയുമായിട്ടാണ്, ഇതുമായിട്ടല്ലല്ലോ. V എന്തുവാ? V നമുക്ക് മേളിൽ തന്നിട്ടുണ്ട്. V എന്തുവാ നമുക്ക് തന്നേക്കുന്നത്? V താണ്ട് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. 113 ആണ് V. 113 ആണ് V. ഓക്കെ, ഇവിടെ V എന്ന് പറയുന്നത് 113. ഓക്കെ, ഇവിടെ U2 എന്ന് പറയുന്നത് തൻ്റെ ഇയാളാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 1 × 1 + 0 × 1 + 3 × 0. അപ്പോൾ എന്ത് വരും? 1 തന്നെ വരും. 1 × 1 0 0. ഇത് പ്രൊജക്ഷൻ അല്ലേ, ബ്രാക്കറ്റ് കൊടുക്കണ്ട. അപ്പോൾ ഇത് അതോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 9/5 3/5 കിട്ടും. ഇതാണ് പ്രൊജക്ഷൻ. ഓക്കെ ആണോ? അടുത്തൊരു പ്രോബ്ലം നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കാവോ? സെയിം തന്നെ 3 എണ്ണം വരുന്നുണ്ട്. V1 V2 V3 വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾ വായിച്ചു നോക്കാൻ ഞാൻ ഇപ്പം വരാം. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ V is equal to, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. V is equal to 2 3 4. Okay, 2 3 4 onto the subspace S is equal to span of set 1 0 1, 0 1 1
എടുത്തു. അപ്പം നമുക്ക് ഒബ്വിയസ്ലി ഇതെന്തായിരിക്കും? ആദ്യത്തേത് V1 രണ്ടാമത്തേത് V2. ഓക്കെ, ഇനി നമുക്ക് എന്തായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്? ഇത് രണ്ടും സ്പാൻ ആണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. അപ്പം ഇതിനെ എന്തെന്ന് പറയാൻ പറ്റും? ബേസിസ് ആണെന്ന് പറയാൻ പറ്റും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ബേസിസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് ഓർത്തോഗണൽ ആണോ എന്ന് നോക്കണം. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് എടുത്ത് നോക്കുക. ഇന്നർ പ്രൊഡക്റ്റ് എടുത്ത് നോക്കുമ്പം 1 × 0 + 0 × ഇത് പ്ലസ് 1 × 1. നോക്കിക്കേ, 1 × 0 + 0 × 1 പ്ലസ് 1 × 1 ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അത് 1 ആണ് എങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് എന്തല്ല? ഓർത്തോഗണൽ അല്ല. അവിടെ നമുക്ക് വരുന്നത് ഇറ്റ് ഇസ് നോട്ട് ഓർത്തോഗണൽ. ഓക്കെ, ഓർത്തോഗണൽ അല്ല. അല്ലെങ്കിൽ നമുക്കിവനെ ഓർത്തോഗണൽ ആക്കണം. എങ്ങനെയാക്കും? അവിടെയാണ് നമ്മുടെ ഗ്രാം-ഷ്മിത്ത് വരുന്നത്. ഗ്രാം-ഷ്മിത്ത് ഓർത്തോ നോർമലൈസേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഒരു V1 V2 ബേസിസ് തന്നാൽ ആ ബേസിസിനെ ഓർത്തോ നോർമൽ ആക്കാൻ നമുക്ക് ഗ്രാം-ഷ്മിത്ത് ഉപയോഗിക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക്, ഞാൻ ഇതിനകത്ത് എഴുതിയത് ഒറ്റയടിക്ക് എഴുതി വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും രണ്ടായിട്ട് തന്നെ എഴുതാം. അതായത് നമുക്ക് ബേസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? 1 0 1 1 1 0 1 1 എന്ന് എഴുതിയിട്ട് ഇത് B ആണ്. പിന്നെ നമുക്ക് C കണ്ടുപിടിക്കണം. C കണ്ടുപിടിക്കുന്നത് W1 W2 കണ്ടുപിടിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അത് വേണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഗ്രാം-ഷ്മിത്ത് വേണ്ടുന്നവർക്കും ഒന്നുകൂടെ ഒന്ന് കേൾക്കാമല്ലോ. ഓക്കെ, അതായത് നമുക്കൊരു നമുക്കൊരു ബേസിസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഗ്രാം-ഷ്മിത്ത് മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോണേ. നമുക്കൊരു ബേസിസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ബേസിസ് എന്തല്ല? ഓർത്തോ നോർമൽ അല്ല. അപ്പോൾ ഇവനെ നമുക്ക് ഓർത്തോ നോർമൽ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഗ്രാം-ഷ്മിത്ത് ഓർത്തോ നോർമലൈസേഷൻ. ഓക്കെ, അതിന് നമ്മൾ ചെയ്യുന്നത് B എന്ന് പറയുന്നത് നമ്മൾ ബേസിസിനെ എടുത്തു. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഇവനെ ഓർത്തോഗണലാക്കണം. ആദ്യം ഓർത്തോഗണലാക്കണം, പിന്നെ ഓർത്തോ നോർമലാക്കണം. ഓർത്തോഗണലാക്കാൻ ഇതിനെ V1 V2 എന്നാണല്ലോ നമ്മൾ എടുത്തത്. അപ്പം നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു W1 കണ്ടുപിടിക്കണം. ഈ W1 എന്ന് പറയുന്നത് V1 തന്നെയാണ്. ഓക്കെ, W1 എന്ന് പറയുന്നത് V1 തന്നെയാണ്, 1 0 1. ഇനി W2 എന്ന് പറഞ്ഞാൽ V2 മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് V2 W1 ബൈ ഇന്നർ പ്രൊഡക്റ്റ് W1 W1 ഇൻറ്റു W1. ഇതാണ് എന്ത്? W2 വരുന്നത്. ഓക്കെ, നോക്കാം. V2 എന്താണ്? 0 1 1. ഓക്കെ, നമുക്കിതിനെ മെട്രിക്സ് മാറ്റി വെക്ടർ ആക്കി എഴുതാം കേട്ടോ. ഓക്കെ, മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് V2 W1. V2ഉം ഇതാണ് നമ്മുടെ V2 അല്ലേ? V2 ഇതല്ലേ? V2ഉം W1ഉം കൂടെ ഉള്ള ഇന്നർ പ്രൊഡക്റ്റ് എന്ത് വരും? 0 × 1 1 × 0 1 × 1 1 അല്ലേ? 1 ബൈ ഇനി W1ഉം W1ഉം കൂടെ ഉള്ളത് 1 × 1 പ്ലസ് 0 × 0 പ്ലസ് 1 × 1 അത് 2. ഓക്കെ, അപ്പോൾ ഇതും കിട്ടി. ഇനി ഇതിൻ്റെ കൂടെ എന്ത് ഇൻറ്റു ചെയ്യണം? W1 ഇൻറ്റു ചെയ്യണം. അതായത് 1 0 1 മാട്രിക്സ് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്ത് വരും? 0 1 1 മൈനസ് 1/2 0 1/2. 0യിൽ നിന്നും ഇത് പോകുമ്പോൾ എന്ത് വരും? മൈനസ് 1/2. 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1 വരും. 1ൽ നിന്നും 1/2 പോകുമ്പം 1/2 വരും. ഇതാണ് നമ്മുടെ W2. ഓക്കെ, ഈ ഇക്വേഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവേ.
W3 വേണമായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ട. V3 മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് V3 W1 ബൈ W1 ഇൻറ്റു W1 മൈനസ് വീണ്ടും V3 തന്നെ W2 തൊട്ട് മുന്നേ കണ്ടുപിടിച്ച ആൾക്കാർ വരെ W1 കണ്ടുപിടിച്ചു, പിന്നെ W2 കണ്ടുപിടിച്ചു. അപ്പോൾ അതും കൂടെ മൈനസ് ചെയ്യണം. W2 ഇൻറ്റു W2. ഇങ്ങനെയാണ് W3 കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഇത് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ ആണോ? ഈ W1 ഉം W2 കൂടെ നമുക്ക് ഈ സെറ്റായിട്ട് നമ്മൾ എഴുതുവാന്ന് വിചാരിക്കാം. W1 ഉം W2 കൂടെ സെറ്റായിട്ട് നമ്മൾ എഴുതി അവനെ C എന്ന് വിളിക്കുന്നു എങ്കിൽ ഇത് ഓർത്തോഗണലാണ്. ഓർത്തോഗണൽ ബേസസ് ആണ്. ഓക്കെ, ഓർത്തോഗണൽ ബേസസ് ആണ്. ഇനി തീർന്നിട്ടില്ല. നമ്മുടെ W1 W2നെ നമ്മൾ ഇനിയും U1 ആക്കും, U2 ആക്കും. U1 ആക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ W1 ബൈ നോം W1. ഞാൻ പറഞ്ഞു ഓർത്തോഗണലിനെ ഓർത്തോ നോർമൽ ആക്കാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് നോം കൊണ്ട് ഡിവൈഡ് ചെയ്തു. W2 ബൈ നോം W2. അതൊന്ന് ചെയ്ത് നോക്കി എന്ത് വരും? W1 എന്താണ് മക്കളെ വരുന്നത്? 101 അല്ലേ? 101. ഓക്കെ, അപ്പോൾ 101 ഡിവൈഡഡ് ബൈ, ഇത് ഞാൻ വെക്ടറായിട്ട് അങ്ങ് എഴുതുവാണേ. 101നെ ഡിവൈഡഡ് ബൈ √2 അല്ലേ വരുന്നത്? √2 അല്ലേ? U1 എന്ന് പറയുമ്പോൾ നോക്കിക്കോട്ടെ, U1 √2. യെസ്, അപ്പോൾ √2 ബൈ √2. ഇനി W2നെ ആണെങ്കിൽ -1/2 1/2. W2നെ അതിൻ്റെ ഇതെടുക്കുമ്പോൾ എന്ത് വരും? നോം W2 എന്ത് വരും? √(-1/2) സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ. എന്താ വരുന്നത്? 1 2 4 അല്ലേ? എന്താണ് വരുന്നത്? 1/2 1/4 1ഉം 1/4 1/4 1/2 ആയി. 1/2 ഇതും കൂടെ 3/2 √3/2 വരും. ഓക്കെ, അത് വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യണം. √3/2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ഫുള്ള് റൂട്ടുണ്ടേ. 3/2 വരുമ്പോൾ √2/3 ഇൻറ്റു -1/2 1/2 ഡിവൈഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് -1/√6 √2/√3 1/√6 ഇങ്ങനെ വരും. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഓർത്തോ നോർമലായിട്ടുള്ള ആളിനെയും കിട്ടും. ഓർത്തോ നോർമലായിട്ട് എന്താ കിട്ടുന്നത്? ഓർത്തോ നോർമലായിട്ട് സെറ്റ് U1 U2 എന്ന് പറയുന്ന അടുത്ത സെറ്റ് D എന്ന് പറയുന്ന സെറ്റാണ് എന്ത്? ഓർത്തോ നോർമൽ ബേസിസ്. അപ്പോൾ ഓർത്തോനോർമൽ ബേസിസ് കിട്ടിയാൽ പിന്നെ വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ ഓർത്തോനോർമൽ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നേരെ ആ പ്രൊജക്ഷൻ്റെ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പ്രൊജക്ഷൻ ഓഫ് V onto S is equal to V.U in V.U1 into U1 plus V.U2 into U2. എന്താണ് V.U1? ഇവിടെ V എന്താ? V 2 3 4 ആണ്. U1 എന്താ? U1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു. -1/2 1/2. U2 എന്ന് പറയുന്നത് -1/√6 √2/√3 1/√6. അപ്പോൾ ഇനി ഇത് നമ്മളൊരു ഡോട്ട് പ്രോഡക്റ്റ് നോക്കി, ഇതും കൂടെ ഒരു ഡോട്ട് പ്രോഡക്റ്റ് നോക്കിയാൽ എന്ത് വരും?
-1 +3 +2. അപ്പം എന്ത് വന്നു? വിയും ഇതും കൂടെ ഡോട്ട് എടുത്തപ്പോൾ എന്ത് വന്നു? -2 അല്ല, -1 പ്ലസ് -3/2 -2 -3/2. ശരിയാവുന്നില്ലല്ലോ. എനിക്കവിടെ എല്ലാം മിസ്റ്റേക്ക് പറ്റിയായിരുന്നോ എന്തോ? U1 തെറ്റാണ്. U1 ഇതല്ല അല്ലേ? ഓഹോ, സോറി. താങ്ക് യു. അതല്ല, U1 അതല്ല. 1/2 0 1/√2 ആണ്. ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? യെസ്, ഇത് റൂട്ട് 2/√2 +0 +4/√2 വരും. അതായത് 6/√2. യെസ്, സോറി 6/√2 ഇൻറ്റു U1 എന്താണ്? 1/√2 0 1/√2 പ്ലസ്, ഇനി ഇത് രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? -2/√6 പ്ലസ് √6 പ്ലസ് 4/√6 അല്ലേ? അപ്പോൾ ഇതിനെ ഒറ്റ ഡിനോമിനേറ്റർ ആക്കി -2 +6 +4/√6 8/√6. അപ്പോൾ ഇതെന്തായി? 8/√6 ഇൻറ്റു -1/√6 √2/√3, 1/√6. അത് സം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 5/3, 8/3, 13/3. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്തായിരുന്നു? ഓർത്തോ നോർമൽ അല്ല, അതിനെ ഓർത്തോ നോർമൽ ആക്കണം. ഓർത്തോ നോർമൽ ആക്കാൻ എന്ത് ചെയ്യണം? ഗ്രാം ഷ്മിത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നലെയും പറഞ്ഞു ഗ്രാം ഷ്മിത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഗ്രാം ഷ്മിത്ത് ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യനിൽ? ഇല്ലെങ്കിൽ ലാസ്റ്റ് സെക്ഷനിലോട്ട് നമുക്ക് പോകാം. ലാസ്റ്റ് സെക്ഷൻ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു സെക്ഷനാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിൽ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, മിസ്സേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈ ക്വസ്റ്റ്യൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ച നമ്മുടെ ഹെഡിങ് ലീസ്റ്റ് സ്ക്വയർ problem. Least square problem. It is also very 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 important. Okay, least square problem. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വെക്റ്റർ എക്സ് എടുത്തു. ഓക്കെ, is the least square solution to ax is equal to b if and only if it is a solution to the normal equation A transpose A into x is equal to A transpose B. അതായത് രണ്ട് സൈഡിലും ലെഫ്റ്റ്
എന്ത് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്തു? ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ട്രാൻസ്പോസ് ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്ത് കിട്ടുന്നതിനെയാണ് ഇതിനെയാണ് നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോർമൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് എക്സ് ആണോ കിട്ടുന്നത് ആ എക്സ് ആണ് എന്ത് ലീസ്റ്റ് സ്ക്വയർ സൊല്യൂഷൻ. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് ഞാൻ S3 സിലബസ് എടുത്ത് നോക്കിയപ്പം നിങ്ങൾക്ക് അതിനകത്ത് കോറ് വരുന്ന ഒരു ഇതിനകത്ത് ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലവും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു റിഗ്രഷൻ ലൈനും വരുന്നുണ്ട്. അത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു സിലബസിനകത്ത്. സോ നിങ്ങൾക്ക് ഇത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു മിനിറ്റ്. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോവാം. Find the solution of the least square problem ax is equal to b. ഈ എക്സും ബിയും ഒക്കെ ചെറുതും വലുതും ഒക്കെ ആയെന്നൊന്നും പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനകത്ത് a is equal to വരുന്നത് 1 1 1 1 2 3. ഓക്കെ ഓക്കെ പറഞ്ഞോട്ടെ. ഇതാണ് a എന്ന് പറയുന്ന മെട്രിക്സ്. എക്സ് എന്ന് പറയുന്നത് x1 x2 ആണ്. ആൻഡ് ബി എന്ന് പറയുന്നത് 0 1 3 ആണ്. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ax is equal to b എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ, ലീസ്റ്റ് സ്ക്വയർ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ആദ്യം എഴുതേണ്ടത് നമ്മുടെ നോർമൽ ഇക്വേഷനാണ് നമ്മൾ എഴുതേണ്ടത്. നോർമൽ ഇക്വേഷൻ എന്താ? A transpose A into X is equal to A transpose B. ഓക്കെ, അപ്പം ഇത് നമ്മൾ എഴുതിയിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ A ട്രാൻസ്പോസ് A ഒന്ന് ചെയ്ത് നോക്കുന്നു. കുഴപ്പമില്ലല്ലോ. A ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 1 1 1 2 1 3 ഇൻറ്റു A എന്ന് പറയുമ്പോൾ 1 1 1 2 1 3. മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ചെയ്യുന്നില്ല. 3 6 6 14 ആണ് ആൻസർ. അതുപോലെ തന്നെ A ട്രാൻസ്പോസ് B ചെയ്യുന്നു. A ട്രാൻസ്പോസ് B എന്ന് പറയുമ്പം 1 1 1 1 2 3 ഇൻറ്റു B എന്താ 0 1 3. അതിൻ്റെ ആൻസർ കിട്ടുന്നത് 4 11 ആണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇക്വേഷനകത്തോട്ട് ഇത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് എഴുതി ഈ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? A ട്രാൻസ്പോസ് A എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 3 6 6 14 ആണ്. ഇൻറ്റു x1 x2 is equal to 4 11 ആണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3x1 പ്ലസ് 6x2 6x1 പ്ലസ് 14x2 is equal to 4 11 കിട്ടും. ആ രണ്ട് ഇക്വേഷനെ എടുത്തെഴുതുക. 6x2 is equal to 4ഉം 6x1 പ്ലസ് 14x2 is equal to 11ഉം എടുത്തെഴുതുക. എന്ത് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്? ഗോസ് എലിമിനേഷൻ വെച്ച് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് x1 കിട്ടും -5/3 ആൻഡ് x2 കിട്ടും 3/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ് എന്ന് പറയുന്നത് x1 x2 അല്ലേ, അത് ഇട്ട് കൊടുക്കുക. -5/3 3/2. ഒന്നുമില്ല, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് മാത്രം പഠിച്ചാൽ മതി. പഠിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, അതും പഠിക്കാൻ, കാണാതെ പഠിക്കാനൊന്നുമില്ല. രണ്ടും ലെഫ്റ്റ് സൈഡിൽ A ട്രാൻസ്പോസ് കൊടുക്കുക. ഇത് ഒന്ന് ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി, നോർമൽ ഇക്വേഷൻ കിട്ടും.
അതങ്ങ് ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കിയാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. സിമ്പിളാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ തന്നെ കണ്ടിട്ട് എന്നോട് ചോദിച്ച കാര്യമാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഒരു വലിയൊരു മെട്രിക്സിൻ്റെ എക്സാമ്പിൾ തന്നതേ ഉള്ളൂ. എക്സാക്ട്ലി സെയിം കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നോർമൽ ഇക്വേഷൻ എഴുതുന്നു, അതിനകത്ത് എ ട്രാൻസ്പോസ് എ കണ്ടുപിടിക്കുന്നു, എ ട്രാൻസ്പോസ് ബി കണ്ടുപിടിക്കുന്നു. ഒന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം, അതിനകത്ത് ഞാൻ ഒരുമിച്ചിട്ട് ഒറ്റക്കിട്ട് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്ത് കാണിച്ചതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്തോ എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴും സെയിം രീതിയിൽ തന്നെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി ലീസ്റ്റ് സ്ക്വയറിൻ്റെ ഒരു 2 പ്രോബ്ലം, ഒരു ഇച്ചിരി വെറൈറ്റി, അതായത് കാര്യം ഇത്രേ ഉള്ളൂ, പക്ഷെ ഒരു ഇച്ചിരി ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി പോലെ വരുന്നുണ്ട്. അത് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ലൈൻ ഫോർ ദി ഡേറ്റ പോയിന്റ്സ് 1 1 2 3 4 5. ഓക്കെ, അവിടെ ഞാനൊരു പച്ച ബോക്സ് കൊണ്ടൊരു സാധനം എഴുതിയിട്ടുണ്ട്. റിഗ്രഷൻ ലൈൻ കണ്ടോ? റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ് ആണ്. ഓക്കെ, റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് ദണ്ഡിവന്മാരെ നമ്മൾ എഴുതിയ എങ്ങനെ വരും? 1 ഇസ് ഈക്വൽ ടു a പ്ലസ് ബി. അടുത്ത് ഇതിനകത്ത് വൈയും എക്സും ഇത് കൊടുത്തു കഴിഞ്ഞാൽ 3 ഇസ് ഈക്വൽ ടു a പ്ലസ് 2b. അടുത്തതിനകത്ത് കൊടുത്താൽ 5 ഇസ് ഈക്വൽ ടു a പ്ലസ് 4b. ഓക്കെ, ഇതിനെ നമുക്ക് മെട്രിക്സ് രീതിയിൽ എഴുതിയാൽ എന്ത് വരും? മെട്രിക്സ് രീതിയിൽ ഞാൻ ഈ ഇക്വേഷനെ എഴുതിയാൽ എയുടെ കോഎഫിഷ്യൻ്റ് എല്ലാം 1 1 1, ബിയുടേത് 1 2 4 ഇൻറ്റു എ ബി ഇസ് ഈക്വൽ ടു 1 3 5. കുഴപ്പമില്ലല്ലോ, മെട്രിക്സ് രീതിയിൽ എഴുതുവാണ്. മെട്രിക്സ് ഫോം വേണേൽ അങ്ങനെ എഴുതിക്കോ. മെട്രിക്സ് ഫോം എന്ന് പറഞ്ഞ് എഴുതിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. സിസ്റ്റം കൺസിസ്റ്റൻ്റ് അല്ല. ഓക്കെ, അതായത് സൊല്യൂഷൻ കിട്ടത്തില്ല നിങ്ങൾക്ക് ഇതിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സൊല്യൂഷൻ കിട്ടത്തില്ലാത്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എ ട്രാൻസ്പോസ് നോർമൽ ഇക്വേഷൻ നമ്മൾ എഴുതുവാണ്. നോർമൽ ഇക്വേഷൻ എഴുതുവാണ്. എ ട്രാൻസ്പോസ് എ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ബി. അത് ചെയ്ത് നോക്കുമ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 1 1 1 2 1 4 ഇൻറ്റു 1 1 1 2 1 4 ഇൻറ്റു എ ബി ഇസ് ഈക്വൽ ടു 1 1 1 1 2 4 ഇൻറ്റു 1 3 5 കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പം നിങ്ങൾക്ക് 3 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 7 7 21 എന്ന് കിട്ടും. ഇൻറ്റു എ ബി ഇസ് ഈക്വൽ ടു 9 27 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ, അതായത് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എ ബി എന്ന് പറയുന്ന നമ്മുടെ സെറ്റ്, അതാണല്ലോ നമ്മുടെ എക്സ് എന്ന് പറയുന്ന സെറ്റ്. അതിൻ്റെ ആൻസർ കിട്ടുന്നത് 0 9/7 എന്നാണ്. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റിഗ്രഷൻ ലൈൻ y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ് അല്ലേ? അതിൽ എയും ബിയും കിട്ടിയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എയുടെ സ്ഥാനത്ത് 0 ആണ്, അപ്പോൾ 0 പ്ലസ് 9/7 എക്സ്, അതായത് y ഈസ് ഈക്വൽ ടു 9/7 എക്സ്. ഇതാണ് നമ്മുടെ റിഗ്രഷൻ ലൈൻ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അത്
ഇതിനകത്താകെ ബാക്കി നമ്മൾ താഴോട്ട് ചെയ്തേക്കുന്നതെല്ലാം നമ്മൾ മുമ്പേ ചെയ്ത അതേ ക്വസ്റ്റ്യനിൽ ചെയ്തത് തന്നെ. ആകെപ്പാടെ റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻ പഠിക്കുക. y = a + bx ആണ്. തിരിഞ്ഞു പോരുത്, ax + b അല്ല, a + bx ആണ്. ആ രീതിയിൽ നമ്മൾ ഇക്വേഷൻ എഴുതി അതിനെ മാട്രിക്സ് ആക്കി. പിന്നെ ഓക്കെ, പിന്നെ പഴയ കാര്യം തന്നെ ചെയ്യും. ഇനി അടുത്തതും സിമ്പിളാണ്. ക്വസ്റ്റ്യൻ വേറൊരു ഫോമിൽ തന്നേക്കുന്നതേ ഉള്ളൂ. വേറെ കുറേ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. 4th ക്വസ്റ്റ്യന് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ദി വെക്റ്റർ b = 1 1 3. ഓക്കെ, അപ്പം നമുക്ക് b കിട്ടി. ഓൺ ടു ദി കോളം സ്പേസ് ഓഫ് എ മെട്രിക്സ് a = 0 3 1 2 0 0. എടാ എയും ഉണ്ട് ബിയും ഉണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? ax = b എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അതിൻ്റെ നോർമൽ ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നോർമൽ ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ A∩ A, x = A∩ b. ബാക്കി പണിയൊക്കെ നിങ്ങൾ ചെയ്യുമല്ലോ. പിന്നെ പ്രൊജക്ഷൻ, അത് സൊല്യൂഷൻ മാത്രമല്ല, ഇവിടെ നമുക്ക് പ്രൊജക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സൊല്യൂഷൻ, എക്സിൻ്റെ സൊല്യൂഷൻ നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന രീതി തന്നെയാണ്. അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു വിടാം. 0 3 1 2 0 0 0 2 0 3 0 1 0 into x1 x2 is equal to 0 3 1 2 0 0 into 1 1 3. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് x1 x2 കണ്ടുപിടിക്കുന്നത് ഇനി ഞാൻ പറയണ്ടായല്ലോ, സിമ്പിൾ. പിന്നെ ഞാൻ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അപ്പം 3/5 1/5 കിട്ടി. അപ്പം ഇവിടെ കൊണ്ട് നിങ്ങൾ അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. ഇവിടെ നമ്മളോട് സൊല്യൂഷൻ കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കുന്നത്, പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, പ്രൊജക്ഷൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ax = കണ്ടുപിടിക്കുക. അപ്പം ഇപ്പം കിട്ടിയ ആ ഒരു a ഉണ്ടല്ലോ, ഇപ്പം കിട്ടിയതല്ല, 0 2 3 0 1 0 a. ഇപ്പം കിട്ടിയ എക്സ് ഇട്ട് കൊടുക്കുക. 3/5 1/5 ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് എന്താ? 1 9/5 3/5. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പ്രൊജക്ഷൻ ഓഫ് b ഓൺടു s. ഓക്കെ, ഇതാണ് പ്രൊജക്ഷൻ ഓഫ് b ഓൺടു s. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ 3rd മൊഡ്യൂളും തീർന്നു. കുറച്ച് കൺഫ്യൂസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഓരോന്നും മനസ്സിരുത്തി വായിച്ചു നോക്കാം. ഓക്കെ.